Hey guys, welcome back to NK. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലൻ CC അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത് നമ്മൾ 4 ലേയേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു CC ആണ്. സോ അതിനോട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട്. സോ ഇപ്പോൾ നമ്മൾ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത ഒരു പ്രൊജക്ട് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമ്മൾ ഒരു റെക്ടാംഗിൾ ഇതേപോലെ ആഡ് ചെയ്യുക, 3 ഡോട്ടിൽ വരാം, നമ്മൾ ഫിൽ സ്ക്രീൻ കൊടുക്കുക, എഫക്ട്സ് ആഡ് എഫക്ട്സിൽ വരിക, നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുക കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആണ്. ദെൻ നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരാം, കളർ ആൻഡ് ലൈറ്റിൽ വരാം. കളർ ആൻഡ് ലൈറ്റിൽ നമുക്ക് ഇൻവേർട്ട് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരാം, ബ്ലറിൽ വരാം. ഇവിടെ നമുക്ക് ഗോഷൻ ബ്ലർ പറഞ്ഞ എഫക്റ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടെ ആഡ് ചെയ്യുക. അതിന്റെ വാല്യൂ ഒന്നൊരു 0.4 മുകളിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ ഒരു വാല്യൂയിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വരാം. നമ്മൾ ആ ഒരു റെക്ടാംഗിൾ സെലക്ട് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വരാം, കോൺട്രാസ്റ്റ് സെലക്ട് ചെയ്തിട്ട് സോഫ്റ്റ് ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്ലെൻഡിങ് മോഡ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഒരു സ്ട്രെങ്ത് വന്നൊരു 20% സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് കാണിച്ചത്, അതായത് ഇതാണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ലെയർ ആഡ് ചെയ്തിട്ടുള്ളത്, ഇതാണ് നമ്മുടെ റോ ആയിട്ടുള്ള ഫുട്ടേജ്. ഓക്കെ, സോ ചെറിയ ഡിഫറൻസ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്ടാംഗിൾ ആഡ് ചെയ്യുക. നമ്മൾ രണ്ടാമത്തെ റെക്ടാംഗിൾ ആണ്, ടോട്ടൽ നമ്മൾ 4 റെക്ടാംഗിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ രണ്ടാമത്തെ റെക്ടാംഗിൾ ആഡ് എഫക്ട്സ് ആഡ് ചെയ്യുക, നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ രണ്ടാമത് എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക. ഡ്രോയിങ് ആൻഡ് എഡ്ജസിൽ വന്ന ശേഷം നമ്മൾ എഡ്ജ് ഗ്ലോ എന്ന് പറഞ്ഞ എഫക്റ്റ് ആണ് ആഡ് ചെയ്യുന്നത്. ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ബ്ലർ ഉണ്ടാവും, ബ്ലറിന്റെ വാല്യൂ ഒന്ന് ഒരു 0.99 ഇൻക്രീസ് ചെയ്യുക. സോ നമുക്ക് ആദ്യം ഉണ്ടായ ആ ഒരു കളർ ഇപ്പൊ മാറി, ആ ഒരു ഗ്ലോ മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ താഴെ സ്പ്രെഡ് ഉണ്ടാവും, നമ്മൾ ചെറിയ രീതിക്കൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്ര മാത്രമേ നമ്മൾ എഡ്ജ് ഗ്ലോയിൽ ചെയ്യുന്നുള്ളൂ. സോ നമ്മളിപ്പോൾ ഇവിടെ എഡ്ജ് ഗ്ലോ ആഡ് ആയി കഴിഞ്ഞു. ദെൻ നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വന്നിട്ട് കളർ ആൻഡ് ലൈറ്റിൽ വന്നിട്ട് എക്സ്പോഷർ ആൻഡ് ഗാമ എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ എക്സ്പോഷർ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കുക, കാരണം ഞാൻ ഇതിപ്പം ബ്ലെൻഡിങ് മോഡിൽ വന്നിട്ട് ഇതിന്റെ ആ ഒരു ബ്ലെൻഡിങ് സ്ട്രെങ്ത് വന്ന് കുറച്ച് കൊടുക്കും. സോ അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലെൻഡിങ് ആ ഒരു എക്സ്പോഷർ കൊടുക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഗാമ വന്ന് കുറച്ച് കൊടുക്കുക, ഒരു 0.835 ആ റേഞ്ചിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു റേഞ്ചിലൊക്കെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വരാം, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് ഒരു 20%ലേക്ക് എന്ത് ചെയ്യുക, ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് ബ്ലെൻഡിങ് മോഡ് നോർമൽ തന്നെ ഒരു 20%ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്ത ശേഷം നിങ്ങൾക്ക് എക്സ്പോഷറിൽ എന്തെങ്കിലും ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു എഗെയിൻ നമ്മൾ എക്സ്പോഷറിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ 2 ലെയർ കംപ്ലീറ്റ് ആയി, നമ്മൾ മൂന്നാമത്തെ ലെയർ ആഡ് ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഫിൽ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ എഗെയിൻ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സ് ആഡ് എഫക്ട്സിൽ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. സോ നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിലേക്ക് വരാം, കളർ ആൻഡ് ലൈറ്റിൽ വന്ന ശേഷം നമ്മൾ ഹൈലൈറ്റ്സ് ആൻഡ് ഷാഡോസ് എന്ന് പറഞ്ഞ എഫക്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഹൈലൈറ്റ്സിന്റെ വാല്യൂ നമ്മൾ ഒരു 30ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഷാഡോസിന്റെ വാല്യൂ ഒന്ന് ഒരു 55ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഞാനിത് ഓൾറെഡി ചെയ്തുകൊണ്ടാണ് വേഗം വാല്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കും ഇതേപോലെ കസ്റ്റമായിട്ട് CC ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതേപോലെ ട്യൂട്ടോറിയൽസ് കണ്ട് ഇതേപോലെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് നോക്കുക. സോ നിങ്ങളുടെ ക്ലിപ്പിന് അനുസരിച്ചുള്ള വാല്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കിട്ടും. അതായത് നമ്മൾ എന്ത് ചെയ്യുക, എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക, നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ എക്സ്പോഷർ ആൻഡ് ഗാമ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്തിട്ട് എക്സ്പോഷറിന്റെ വാല്യൂ ഒന്ന് ഒരു 0.4ലേക്കൊക്കെ ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ദെൻ ഗാമയുടെ വാല്യൂ ഒന്ന് കുറച്ച് കൊടുക്കുക, ഒരു 0.835 ആ റേഞ്ചിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ എഗെയിൻ നമ്മൾ ബ്ലെൻഡിങ് മോഡിൽ വന്നിട്ട് ഇതിന്റെ ബ്ലെൻഡിങ് മോഡ് നമ്മളൊന്ന് കുറച്ച് കൊടുക്കുന്ന ഒരു സ്ട്രെങ്ത് ഒന്നൊരു 25-26 ആ റേഞ്ചിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ഓക്കെ, ദെൻ നമ്മൾ ഫൈനൽ ലെയർ ആണ്, നമ്മൾ നാലാമത്തെ റെക്ടാംഗിൾ ഇതേപോലെ ആഡ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. എഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക, നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ദെൻ എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിലേക്ക് വരിക, കളർ ആൻഡ് ലൈറ്റിൽ വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേഡിയന്റ് ഓവർലേ എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റത്തെ കളർ വൈറ്റ് ആക്കി കൊടുക്കുക, രണ്ടാമത്തെ കളർ വന്ന് എന്ത് ചെയ്യുക, ബ്ലാക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, നമ്മൾ താഴേക്ക് വരുമ്പോൾ ആൽഫ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് വന്ന് ഒരു 65%ലേക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ബ്ലെൻഡിങ് മോഡ് വന്നിട്ട് മൾട്ടിപ്ലൈ ആയി കൊടുക്കുക ഇതേപോലെ. സോ നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വരാം. എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരാം, കളർ ആൻഡ് ലൈറ്റിൽ വന്നിട്ട് എഗെയിൻ നമ്മൾ എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പൊ നമ്മുടെ ക്ലിപ്പ് കുറച്ച് ഡാർക്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ അതിനനുസരിച്ച് അതൊന്ന് അത്യാവശ്യം ഒരു കളർ ആവുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ എക്സ്പോഷർ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരാം, കളർ ആൻഡ് ലൈറ്റിൽ വന്നിട്ട് നമ്മൾ ഏറ്റവും താഴെയായിട്ട് വന്നാൽ സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ഉണ്ടാവും. സോ സാച്ചുറേഷൻ ഇതാണ് നമ്മുടെ ഫൈനൽ ലെയർ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ഒരു സാച്ചുറേഷൻ നിങ്ങളുടെ ക്ലിപ്പിന് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു
20% ആണ് കൊടുക്കുന്നത്. ഇത് എന്റെ ക്ലിപ്പിനാണ്, കാരണം ഇതിലധികം കൊടുത്തത് ഓവർ സാച്ചുറേറ്റഡ് ആയി പോകും. ഓക്കെ, സോ ഞാൻ ഒരു 20%ലേക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വൈബ്രൻസ് വന്ന് ഒരു 1.15ലേക്ക് സെറ്റ് ചെയ്യാണ്. സോ ഈ ഒരു വാല്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചെയ്യുക. ദെൻ നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരാം, ബ്ലറിൽ വരാം. നമ്മൾ ഷാർപ്പൻ ആണ് ആഡ് ചെയ്യുന്നത്. ഷാർപ്പൻ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്യുക. ദെൻ സ്ട്രെങ്ത് വന്ന് എന്ത് ചെയ്യുക, ഒരു 0.5ലേക്ക് ഇതേപോലെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആഡ് ചെയ്ത റോ ഫുട്ടേജ്. ഇതാണ് നമ്മളെ CC ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫുട്ടേജ് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.